ഭരണവിരുദ്ധ വികാരവും അനുകൂല രാഷ്ട്രീയ സാഹചര്യവും വിജയത്തിലേക്ക് നയിക്കുമെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ പരിഹസിച്ചവർക്കുള്ള മറുപടിയാകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും രാഹുൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ പ്രാഥമികവും എനിക്കൊന്ന് വിശദമായ കണക്കുകൾ തന്നെ എടുത്തിട്ടുണ്ടാവും തോന്നുന്നു. ആത്മവിശ്വാസം എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ആത്മവിശ്വാസം കൂടി. കാരണം ഇപ്പോൾ വിശദമായ കണക്ക്, ഇപ്പം ഒന്ന് മാധ്യമങ്ങളിൽ വന്നൊരു കണക്ക് അത് തെറ്റാണ്. അതിൻ്റെ സോഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ PRD അങ്ങനെ കണക്ക് കൊടുത്തിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കിൻ്റെ ആധികാരികത 17C ആണ്. ഈ ബൂത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൗണ്ടർ ഫോമാണ് അതിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള രേഖ. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ ബൂത്തിലെയും കണക്കെടുക്കുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ജയിക്കുമെന്ന് അവർ പറഞ്ഞ ആത്മവിശ്വാസം തന്നെ എന്തായിരുന്നു? പഞ്ചായത്തിൽ വോട്ട് കുറഞ്ഞു, മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടി. അതാണല്ലോ അവരുടെ ജയിക്കുമെന്ന ആർഗ്യുമെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ. അതാണ്. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പാലക്കാട് എവിടുത്തെ വോട്ടും ഞങ്ങളെ ബാധിക്കുന്നതും ഞങ്ങൾക്ക് സ്വാധീനമുള്ളതുമാണ് എല്ലായിടത്തെയും വോട്ടും. അവരുടെ ആർഗ്യുമെൻ്റ് ഫൗണ്ടേഷൻ തന്നെ അതാണ്. എന്നാൽ ആ ഫൗണ്ടേഷൻ തന്നെ പൊളിഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് കുറയുകയും പഞ്ചായത്തുകളിൽ പോളിംഗ് കൂടുകയുമാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയുടെ ക്ലെയിം തന്നെ പോയി. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു. UDFൻ്റെ ഇനി മുനിസിപ്പാലിറ്റിയുടെ തന്നെ പോളിംഗ് 67% ആകുമ്പം UDF ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഉയർന്ന പോളിംഗാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആധികാരികമായി വിജയം ഉണ്ടാകും. LDF സ്ഥാനാർത്ഥി പറയുന്ന 60,000 വോട്ട് നേടി ജയിക്കുമെന്നാണ്. പിന്നെ എന്തൊക്കെ ഫാക്ടറാണ് നിങ്ങൾ തുണച്ചതാണ് കരുതുന്നത്? ഒന്ന്, വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു ശക്തമായ പോരാട്ടം നടത്തുന്ന മതേതര മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്ലസ്. 2, ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള വികാരം. 3, ഇവിടുത്തെ 2 ജനപ്രതിനിധികൾ, ഒന്ന് ശ്രീ ഷാഫി പറമ്പിലും ശ്രീ VK ശ്രീകണ്ഠനും, ആ 2 പേർക്കുള്ള പ്ലസ് വോട്ടുകൾ. ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വലിയ ഉജ്ജ്വലമായ വിജയം ഉണ്ടാകും. തുടക്കം മുതൽ CPM ഫോക്കസ് ചെയ്യുന്നത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര ബന്ധം, DCC കത്തുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും അവസാനം എല്ലാ തെരഞ്ഞെടുപ്പും BJP തോൽപ്പിക്കാനാണ് വന്നതെന്നാണ് പറഞ്ഞത്, കൂട്ടിച്ചേർത്തത്. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണ് ഒരു UDF ക്യാമ്പിൻ്റെ നിങ്ങളുടെ ഒരു തുടക്കം തൊട്ട് CPM എന്താ ചെയ്തത്? CPM കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുന്നു. CPM കോൺഗ്രസിനെ ആക്രമിച്ചോട്ടെ. ഇപ്പോൾ ചേലക്കരയിൽ ചെയ്യുന്നു, നമുക്ക് മനസ്സിലാക്കാം. പാലക്കാട് BJPക്കെതിരായിട്ട് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് BJPയെ വെറുതെ വിടുക, കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിനെ നിരന്തരമായി ആക്രമിക്കുക, UDF കാൻഡിഡേറ്റിനെ നിരന്തരമായി ആക്രമിക്കുക, മുഖ്യമന്ത്രി വരെ വന്നിട്ട് പാണക്കാട് തങ്ങളെ ആക്ഷേപിക്കുക. അപ്പോൾ അത് ജനങ്ങൾക്കത് ബോധ്യമായി, അവർ തമ്മിലുള്ള ധാരണ ബോധ്യമായി. അത് KPM ഹോട്ടൽ തൊട്ട് വെണ്ണക്കര വരെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായിട്ട് ഫോം ചെയ്യുന്ന ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതിന് റിഫ്ലക്ഷൻ ഉണ്ടാകും. ന്യൂനപക്ഷങ്ങളിൽ രാഷ്ട്രീയ കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവന പരസ്യമായിട്ട് ഇറക്കുക, അതൊക്കെ ഉണ്ടായി. ഒന്ന്, ന്യൂനപക്ഷങ്ങൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആകുന്ന രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ആളുകളാണോ? ന്യൂനപക്ഷം ഹൈലി പൊളിറ്റിക്കലാണ്, ലിറ്ററേറ്റ് ആണ്. ന്യൂനപക്ഷം മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും അവർ ലിറ്ററേറ്റ് അല്ലേ, പൊളിറ്റിക്കലി ലിറ്ററേറ്റ് അല്ലേ. അവരങ്ങനെ കളിയാക്കാൻ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കില്ലേ? പത്തനംതിട്ട നിന്ന് അടൂർ വന്ന് ഇവിടെ പാലക്കാട് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്ര ജീവിച്ചാണ്. എങ്ങനെയാണ് പാലക്കാടുകാരുടെ ഒരു നേരത്തെ ഞാൻ പാലക്കാട് വന്നു പോകുമായിരുന്നു, പാലക്കാടുകാരനായി. അങ്ങനെ കൂടെ ഒരുപാട് ദിവസം ഈ പ്രചരണത്തിന് വീട് കയറാനൊക്കെ വന്നല്ലോ. എനിക്ക് കിട്ടിയൊരു സൗകര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഞാനൊരു വീട്ടിൽ പോലും ഊട്ടി വെച്ചിട്ടില്ല. കൈ കൊടുത്തിട്ട് എന്താ ഉച്ചയ്ക്ക് കഴിക്കാൻ, എന്താ രാവിലെ കഴിക്കാൻ, അല്ലെങ്കിൽ കഴിച്ചോ, എന്തെങ്കിലും ഒരു വിശേഷം ചോദിച്ചിട്ട് ഞാൻ പോവുക ചെയ്യുന്നത്. അതൊരു 3rd ടൈം MLA ആകുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു പരിചയം ഉണ്ടല്ലോ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ആയി എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞൊരു പരിചയം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം ഒരാളുടെ വീട്ടിൽ പോയിട്ട് അയാൾ ഇങ്ങനെ വളരെ സ്നേഹത്തോടെ കഴിച്ചോ, നിങ്ങൾ കയറിയിരിക്കുക എന്ന് പറയുന്ന ഒരാളോട് എനിക്കൊരു വോട്ട് ചെയ്യണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവരോട് നിങ്ങൾ കഴിച്ചോ, എന്താ വിശേഷം, ഞാൻ എന്നാൽ പോയിട്ട് വരട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ പറയുന്ന തരത്തിലുള്ളൊരു പാലക്കാടുകാരനാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല ഒരു പാലക്കാടുകാരനായതിൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സഞ്ജു പറ്റമലപ്പം, മുഹമ്മദ് അസ്ലം, മീഡിയ 1, പാലക്കാട്.